എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മാങ്ങ പച്ചടിയുടെ ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ മാങ്ങയുടെയൊക്കെ ഒരു സീസൺ ആയതുകൊണ്ട് എല്ലാവർക്കും തന്നെ മാങ്ങ വളരെ പെട്ടെന്ന് കിട്ടുന്നതായതുകൊണ്ട് വേഗം എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മാങ്ങ ചെറിയ പീസായിട്ട് നമ്മൾ അരിഞ്ഞു വെക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് തേങ്ങ, ഒരു കപ്പ് തേങ്ങ എടുക്കുക. അതിനകത്തേക്ക് നമ്മൾ കുറച്ചൊരു സ്പൂണോളം, ഒരു സ്പൂൺ വേണ്ട, ഒരു അര സ്പൂണോളം നല്ല ജീരകം ചേർത്തിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. പിന്നെ അതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ഒരു സ്പൂണോളം കടുകിടുക. കടുകിട്ടതിന് ശേഷം നമ്മൾ അത്ര നന്നായിട്ട് അരച്ചെടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടുന്ന രീതിയിലൊന്ന് അരച്ചെടുത്താൽ മതി. എന്നിട്ട് നമ്മളത് മാറ്റി വെക്കുക. അതിന് ശേഷം നമ്മളൊരു ചട്ടിയോ എന്തെങ്കിലും നമ്മൾ ഗ്യാസിൽ വെക്കുക. അതിന് ശേഷം നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് നമ്മൾ കടുക് ഇടണമെന്നുള്ളവർക്ക് ഇടാം. പിന്നെ ഞാൻ ഇപ്പം വേണമെങ്കിൽ ഇപ്പമായിട്ടിടാം. ഞാൻ ലാസ്റ്റാണ് കടുക് താളിച്ച് ചേർക്കുന്നത്. അപ്പം ഇതിലേക്ക് നമ്മൾ പച്ചമുളകും സവോളയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ചെറിയുള്ളി ഉള്ളവരുടെ കയ്യിൽ ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി ചേർക്കുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. അത് കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാങ്ങയും ചെറിയുള്ളിയും പച്ചമുളകും ഒക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ എല്ലാവരുടെയും പാകത്തിനനുസരിച്ച് ചേർക്കുക. അതിനുശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് അടച്ചു വയ്ക്കുക. അടച്ചു വെച്ചതിന് ശേഷം അപ്പോൾ മാങ്ങ ഒന്ന് ചെറുതായിട്ട് വെന്തിട്ടുണ്ടാവുമല്ലോ, മാങ്ങയ്ക്ക് ചെറിയൊരു വേവ് ഉണ്ടാവും. ആ ഒരു വേവ് ആയിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താക്കും, നമ്മൾ ഈ മാങ്ങയിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക. അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മളിത് ഒരുപാട് ലൂസായിട്ട് എടുക്കുന്ന ഒരു കറിയല്ല. നമ്മൾ പച്ചടി എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് ഒരു കട്ടിയായിട്ട് തന്നെ ഒന്ന് കുറുകിയ ഒരു കറിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വെള്ളം ചേർക്കണമെന്നില്ല. നമ്മൾ ജസ്റ്റ് ജാറൊക്കെ കഴുകുന്ന ആ ഒരു വെള്ളം മാത്രം ചേർത്താൽ മതിയാവും. പിന്നെ കുറച്ചും കൂടെ ലൂസായിട്ട് വേണമെന്നുള്ളവർക്കാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പം ഇതിലേക്ക് നമ്മൾ ഒരുപാട് വെള്ളം ഇപ്പോൾ ഞാൻ ചേർക്കുന്നില്ല. ഞാൻ ജസ്റ്റ് ജാറ് കഴുകിയ ആ ഒരു വെള്ളം കുറച്ചൊരു ലൂസായിട്ട്, പിന്നെ നമ്മൾ ഈ കറി ഇരിക്കുന്തോറും കുറുകി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതും കൂടെ മുന്നിൽ കണ്ടിട്ട് വേണം നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ കുറച്ച് ചേർക്കാനായിട്ട്. എന്ന് വെച്ചാൽ തീരെ ലൂസായി പോകരുത്. അങ്ങനെ ആ ഒരു പരുവത്തിൻ്റെ കണക്കിനനുസരിച്ചിട്ടുള്ള വെള്ളം നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അപ്പം നമുക്കിപ്പോൾ എന്നിട്ട് നമ്മൾ ജസ്റ്റ് പിന്നെ തിളപ്പിക്കരുത്. അരപ്പ് ചേർത്തതിന് ശേഷം പിന്നെ നമ്മൾ തിളപ്പിക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഗ്യാസ് ഓഫ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് വറവിടേണ്ടവർക്ക് ഇനിയിപ്പം വേണമെങ്കിൽ വറവിടാം. അപ്പോൾ ഞാൻ വറ്റൽമുളകും കടുകും മാത്രമാണ് ഇപ്പോൾ വറവിനിട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നമ്മൾ മാങ്ങ ഇട്ട സമയത്ത് കടുകിട്ടിട്ട് പച്ചമുളകും മാങ്ങയും ഒക്കെ ഇട്ടിട്ട് അങ്ങനെ വഴറ്റിയെടുക്കാം. അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ലാസ്റ്റ് വറവ് മാത്രമായിട്ട് ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ സ്റ്റേജ്. അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ ഈ മാങ്ങ കണ്ട പഴുത്ത മാങ്ങയാന്ന് തോന്നും, പക്ഷേ അതിന് ആ കളറ് മാത്രമേ ഉള്ളൂ. നല്ല പുളിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇപ്പോൾ മാങ്ങയുടെ സീസണൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും മാങ്ങയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അടിപൊളി കറിയാണ്, ട്രൈ ചെയ്ത് നോക്കുക.